പാലക്കാട് ധോണിയിൽ വന്നപ്പോൾ ധോണിയിൽ കയറാൻ പറ്റില്ല. ഒരു ടൈമുണ്ട്. നമ്മൾ 4:45 എത്തിയത്. ആ ടൈമിൽ കയറാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് സ്വാമിയേട്ടൻ്റെ കട കണ്ടത്. അപ്പം ഇന്ന് നമ്മളൊന്നുമില്ലേ ധോണിയിലാണ്, പാലക്കാട് ധോണിയിൽ വരുമ്പോൾ സ്വാമിയേട്ടൻ്റെ ചെറിയൊരു പെട്ടിക്കട. അപ്പോൾ കൂടുതൽ നമുക്ക് സ്വാമിയേട്ടനോട് ചോദിച്ചറിയാം. സ്വാമിയേട്ടൻ്റെ 2 കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടതാണ്. അത് പെട്ടെന്ന് കാഴ്ച നഷ്ടപ്പെട്ടു. ആദ്യം കാഴ്ച ഉണ്ടായിരുന്നു, പിന്നെ പെട്ടെന്ന് കാഴ്ച നഷ്ടപ്പെട്ടതാണ്. ഏട്ടാ നിങ്ങളെ പേരെന്താണ്? സ്വാമിനാഥൻ. നിങ്ങൾ ഇതിവിടെ എത്ര വർഷമായി കച്ചവടം തുടങ്ങിയിട്ട്? ഞാൻ 8 കൊല്ലമായി. 8 കൊല്ലമായി അല്ലേ? ഇവിടെ സർവത്ത് മുട്ടായി കാര്യങ്ങളൊക്കെ തന്നെ അല്ലേ? ആ സർവത്ത് അത്യാവശ്യമുള്ളൂ. സോഡ ഇത്. കണ്ണിന് എന്ത് പ്രശ്നം ഉണ്ടായി? കണ്ണ് നരമ്പ് കട്ടായി പോയിക്കാണല്ലേ? അതൊന്നും എവിടെയും ചെയ്യാൻ പറ്റില്ല. കാണിച്ചതാണല്ലേ കുറെ? ആ മദ്രാസ് എല്ലാം കാണിച്ചു. മധുര, അങ്കമാലി ഇതെല്ലായിടത്തും പോയി. എല്ലാം പോയി. അത് അങ്കമാലി പോയപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെ നരമ്പ് അങ്ങനെ മുറിഞ്ഞ് തലച്ച് പിടിച്ചു. ഇനി അതൊന്നും ചെയ്യാൻ പറ്റില്ല. 2 കണ്ണിനുണ്ട്. 2 കണ്ണിനല്ലേ? നിങ്ങളുടെ കണ്ണ് വേറെ ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കാഴ്ച കിട്ടും പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കണ്ണ് നീ ഇപ്പൊ എന്തായാലും ഇങ്ങനെ ആയില്ലേ, ഇനിയിപ്പോ അത് വേറെ ആൾക്ക് കൊടുത്തിട്ട് ഇനി കണ്ണ് ചൂന്ന് വേറെ കുടിയായി അത് ശരിയാ വേണ്ട ഇങ്ങനെ ഇരിക്കട്ടെ പറഞ്ഞു. അങ്ങനെ അപ്പൊ അതിന്റെ മുന്നേ എന്താ പരിപാടി? കച്ചവടത്തിന്റെ മുന്നേ എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമോ? ഞാൻ കച്ചവടത്തിന് മുന്നേ മദ്രാസിൽ നിന്നാണ്. മദ്രാസിലാണ് അല്ലേ? ആൾവാർ ഫോട്ട പറഞ്ഞ സ്ഥലത്ത്. അവിടെ നിന്നാണ് ഇങ്ങനെ ആയതല്ലേ? പെട്ടെന്ന് ഉണ്ടായതല്ല, മെല്ലെ മെല്ലെ നമ്മൾ അറിയില്ല. കാഴ്ച കമ്മി. പിന്നെ ഈ അവിടെ നിന്ന് ഇങ്ങനെ ഇതാണെന്ന് പറഞ്ഞപ്പോൾ നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്ന് ഇങ്ങനെ നാട്ടിൽ ചികിത്സയൊക്കെ ചെയ്തു. നാട്ടിൽ ചികിത്സ ചെയ്താൽ ഇതില്ല പറഞ്ഞ് പിന്നെ 2ാം പടി പോയപ്പോഴാണ് പിന്നെ ആശുപത്രിയിൽ പോയത്. ആശുപത്രി പോകുമ്പോൾ അവിടെ മധുരയിലാണ് ആദ്യം പോയത്. അവിടെ പോയപ്പോൾ എല്ലാം കണ്ണെല്ലാം നരമ്പെല്ലാം പോയി കഴിഞ്ഞു. ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, എങ്കിൽ വേണമെങ്കിൽ പൊയ്ക്കോ. മനസ്സിലായി? എവിടെ പോയാലും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ വന്ന് മദ്രാസിൽ തന്നെ നോക്കി. അത് കഴിഞ്ഞ് അങ്ങനെ വന്ന് പിന്നെ നാട്ടിലേക്ക് കൊണ്ടുവന്നു. നമ്മളെ നാട്ടിൽ കൊണ്ടുവന്ന് അങ്കമാലി കൊണ്ടുപോയി. അങ്കമാലി ഹോസ്പിറ്റലിൽ. അപ്പൊ ആ ഡോക്ടറാ പറഞ്ഞത് നീ എവിടെയും പോണ്ട, നീ വെറുതെ എത്ര ചെലവ് ചെയ്താലും ഒന്നും ചെയ്യാൻ പറ്റില്ല. നരമ്പ് ഇങ്ങനെ ഇത്തിരി നീണ്ടി മുറിഞ്ഞാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാം. ഇത് പറ്റ മുറിഞ്ഞിരിക്കുകയാണ്, തലയ്ക്ക് പിടിച്ചിരിക്കുകയാണ്. തല വെട്ടി പിടിക്കാൻ പറ്റുമോ? അപ്പൊ അതൊന്നും ചെയ്യാൻ പറ്റില്ല. സ്വാമിയുടെ സാധനങ്ങൾ എടുത്തിട്ട് പൈസ തരുമ്പോ അതിന്റെ ബുദ്ധിമുട്ട് കാര്യം എന്തെങ്കിലും വരുന്നുണ്ടോ?